ഖുർആൻ പാരായണമാണ്. ഒരു മുഅ്മിൻ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവനാണെങ്കിൽ അവനെ ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ഖബറിൽ അവനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, അഥവാ ഇടുങ്ങിയ ആ ഖബറിൽ അവനെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഖബറിൽ ശിക്ഷയുമായി വരുന്ന സമയത്ത് ഖുർആൻ പാരായണം ആ ശിക്ഷയെ തൊട്ട് തടുക്കും. അള്ളാഹുവാണ് സഹോദരങ്ങളെ ഖുർആൻ പാരായണത്തിന് ഈ ഒരൊറ്റ ശ്രേഷ്ഠത, അഥവാ ഖബറിൽ നമ്മുടെ ശിക്ഷയെ തൊട്ട് തടുക്കുമെന്നുള്ള ഈ ഒരു ശ്രേഷ്ഠത മാത്രമാണുള്ളതെങ്കിൽ നാം എല്ലാവരും അങ്ങേയറ്റം പരിശ്രമിക്കും. എന്നാൽ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണത്തിലാണ് എല്ലാവിധ ബറക്കത്തുമുള്ളത്, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹുവാണ് ഖുർആൻ പാരായണം പോലെ, ഖുർആനിൽ നമുക്കുള്ളതുപോലെ മറ്റൊരു കാര്യത്തിലും ബറക്കത്തില്ല. ഏതെല്ലാം നന്മകളെ നമുക്ക് നേടിത്തരുന്നുണ്ട് എങ്കിൽ അത് ഖുർആൻ പാരായണമാണ്, അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിലെ ഓരോ ഹർഫിനും നമുക്ക് പ്രതിഫലമുണ്ട്. ഓരോ ഹർഫിനും നമുക്ക് പ്രതിഫലമുണ്ട്. ഒരായത്തിനല്ല, മറിച്ച് അലിഫ് ബ ത എന്ന് നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ ഹർഫിനും നമുക്ക് കൂലിയുണ്ട്. ഇനി ഓരോ നന്മകളാകട്ടെ അത് 10 ഇരട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, ഓരോ നന്മകളും അത് 10 ഇരട്ടിക്കു മേലെയാണ്. മാത്രമല്ല ഖുർആൻ പാരായണം ചെയ്യുന്നവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ചെയ്യും.